പ്രിയമുള്ളവരെ, നമുക്ക് ഈ മാസത്തിന്റെ പ്രാരംഭ ഞായറാഴ്ചയിലെ ദൈവസന്നിധിയിൽ ഒന്നിച്ചായിരിക്കാനിടയാകുന്നല്ലോ. നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു വാക്യം നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം, അതിന്റെ അവസാനത്തെ വാക്യം, 6-ന്റെ 15-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 15-ാം വാക്യം. ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. നോക്കുക, ക്രിസ്തീയ ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി സ്തേഫാനോസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്തേഫാനോസിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം നമുക്കൊക്കെ ആഗ്രഹമില്ലേ? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ആളുകളെല്ലാം അവന്റെ മുഖത്ത് നോക്കിയപ്പോൾ അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. പ്രത്യേകിച്ചും ഇന്ന് ആളുകളുടെ മുഖം വളരെ വ്യസനത്തിലും പ്രയാസത്തിലും ആശങ്കയിലും ആയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ മുഖത്ത് നോക്കുന്നവർക്ക് ഒരു ദൈവദൂതന്റെ മുഖം പോലെ നമ്മുടെ മുഖത്തെ കാണാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് സ്തേഫാനോസിന്റെ മുഖം ആ നിലയിൽ ഒരു ദൈവദൂതന്റെ മുഖം പോലെ ശോഭിച്ചത്? അതിന് ഉത്തരം അടുത്ത അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. അടുത്ത അധ്യായം എന്ന് പറയുമ്പോൾ 7-ാമത്തെ അധ്യായം സ്തേഫാനോസിന്റെ ദീർഘമായ ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിന്റെ ഒടുവിൽ ഒരു പ്രാർത്ഥനയോടെ അത് അവസാനിക്കുമ്പോൾ അത് ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തി 7-ന്റെ 60-ാമത്തെ വാക്യം. അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. കണ്ടോ, അവിടെ സ്തേഫാനോസിന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ പ്രശോഭിച്ചതിന്റെ രഹസ്യം നമ്മൾ കണ്ടെത്തുകയാണ്. അതെന്താണ്? അവൻ തന്നെ ഉപദ്രവിച്ച എല്ലാവരോടും ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാഴ്ചയോടെ പിന്തുടർന്ന് മുന്നോട്ട് പോകുന്ന ഒരുവൻ എന്നുള്ള നിലയിൽ, 1-ാം നൂറ്റാണ്ടിലെ ആ നിലയില് ആദ്യ സഭയിലെ ഒരു പ്രധാന അംഗമെന്നുള്ള നിലയില് സ്തേഫാനോസ് താൻ പിന്തുടരുന്ന തൻ്റെ ഗുരുവിന്റെ കാൽപാദങ്ങളെ പിന്തുടരുമ്പോൾ യേശുവിനെ പോലെ തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. നമ്മള് ഈ പാപം നിർത്തരുതേ എന്ന് മലയാളത്തിൽ വായിക്കുമ്പോൾ അതെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് പലപ്പോഴും വേണ്ടത്ര വ്യക്തതയോടെ മനസ്സിലാകുമോ എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ അത് വായിക്കുമ്പോൾ ലോർഡ് ഡു നോട്ട് ഹോൾഡ് ദിസ് സിൻ അഗൈൻസ്റ്റ് ദം, ഈ പാപം അവർക്കെതിരെ കണക്കിടരുതേ എന്നാണ് സ്തേഫാനോസ് പ്രാർത്ഥിച്ചത്. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു പ്രാർത്ഥിച്ച അതേ മനോഭാവത്തോടെ ഈ പാപം ഇവർക്കെതിരെ പിടിക്കരുതേ, ഇവർക്കെതിരെ കണക്കിടരുതേ എന്ന് വെച്ചാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് സ്തേഫാനോസ് ഒടുവില് അവസാനത്തെ കല്ലേറും കൊണ്ട് താന് കുഴഞ്ഞു വീഴുമ്പോൾ താന് പ്രാർത്ഥിച്ചത്. അപ്പോ എന്തുകൊണ്ടാ ഈ ഉപദ്രവങ്ങളെ, പീഡനങ്ങളെ ഒക്കെ യാതൊരു തരത്തിലുള്ള വൈരാഗ്യങ്ങളും ഇല്ലാതെ, യാതൊരു തരത്തിലുള്ള അക്ഷമയും ഇല്ലാതെ, ഒരു തരത്തിലുമുള്ള കോപമോ ക്രോധമോ ഇല്ലാതെ തികഞ്ഞ ശാന്തതയോടെ ക്ഷമയോടെ തനിക്ക് ആ നിലയില് സഹിപ്പാൻ കഴിയുകയും അവസാനം തൻ്റെ ജീവനെ, പ്രാണനെ യേശു പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചതുപോലെ കർത്താവിൽ തനിക്ക് നിദ്ര പ്രാപിക്കാനും കഴിഞ്ഞു. ഈ ഒരു മനോഭാവം ജീവിതത്തിൽ പെട്ടെന്ന് നടക്കുമോ? നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന മരിക്കുമ്പോൾ നമുക്കൊരു നല്ല വാചകം പറഞ്ഞേച്ചങ്ങ് മരിക്കണം എന്നൊക്കെയാ ചിലർ കണക്ക് കൂട്ടുന്നത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാനൊരു സത്യം പറയാം. ജീവിതത്തിൽ ആ നല്ല മനോഭാവം കൊണ്ടു നടന്നില്ലെങ്കിൽ മരിക്കാൻ നേരത്ത് നിങ്ങൾക്കൊരു നല്ല വാചകം പറഞ്ഞോ അല്ലെങ്കിൽ ഒരു നല്ല മനോഭാവത്തോടെയോ ഈ ലോകം വിട്ട് കടന്നു പോകാൻ കഴിയില്ല. പെട്ടെന്ന് ആ നിമിഷത്തിൽ നമുക്ക് എന്തോ ഒരു പ്രത്യേക ശക്തി കിട്ടി നമ്മളൊരു നല്ല വാചകം പറഞ്ഞ് അവസാനിക്കാമെന്ന് കരുതല്ലേ. നമ്മൾ ജീവിതത്തിൽ ഉടനീളം കൊണ്ട് നടക്കുന്ന ഒരു മനോഭാവത്തിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന്റെ അവസാനവും നമുക്ക് ആ അവസാന നിമിഷവും
അവസാന നിമിഷവും അഭിമുഖീകരിക്കാനായിട്ടേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്, സ്തേഫാനോസ് തൻ്റെ ജീവിതത്തിലുടനീളം മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മറ്റുള്ളവരുടെ മാപ്പ് നൽകുന്ന, അവർ ക്ഷമ ചോദിച്ചാലും ഇല്ലെങ്കിലും നിരുപാധികം അവരോട് ക്ഷമിക്കുന്ന ഒരു മനോഭാവം താൻ കൊണ്ടു നടന്നു. അതുകൊണ്ട് തന്നെ സ്തേഫാനോസിന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ പ്രശോഭിച്ചതിൽ എന്താണ് അത്ഭുതം? നമ്മളും ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ അല്ലെങ്കിൽ ദൈവത്തിന്റെ മുഖം പോലെ പ്രശോഭിക്കണമെന്നുണ്ടെങ്കിൽ, അതിനാഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മളൊരു കയ്പാകട്ടെ, ക്രോധമാകട്ടെ, ക്ഷമിക്കാത്ത മനോഭാവമാകട്ടെ കൊണ്ട് നടക്കരുത്. സ്തേഫാനോസ് ഈ കാര്യത്തിൽ നമുക്ക് മാതൃകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത് പറയുമ്പോൾ നമ്മൾ പഴയ നിയമത്തിൽ നിന്നും നമുക്ക് ഇതുപോലെ തന്നെ ഒരു സംഭവം അറിയാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 33-10 വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകം 33:10 യാക്കോബ് ഏശാവിനോട് പറയുന്നു, ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുകയും നിനക്ക് എന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ എന്ന് പറയുന്നു. അപ്പൊ കണ്ടോ, യാക്കോബ് തന്നെ സ്വീകരിക്കാനായിട്ട് വന്ന തൻ്റെ ജ്യേഷ്ഠൻ ഏശാവിനോട് പറയുന്നത്, ഞാൻ നിന്റെ മുഖത്തെ ഇപ്പോൾ ആരുടെ മുഖം പോലെ കാണുന്നു? ദൈവത്തിന്റെ മുഖം പോലെ കാണുന്നു. ദൈവത്തിന്റെ മുഖം. നേരത്തെ അതിന്റെ തൊട്ട് തലേ അധ്യായത്തിലെ 32-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ പെനിയേലിൽ ദൈവത്തിന്റെ മുഖം അഭിമുഖമായിട്ട് കണ്ടവനാണ് യാക്കോബ്. അതുകൊണ്ട് യാക്കോബ് ഇപ്പം സ്വന്തം സഹോദരന്റെ മുഖം നോക്കിയപ്പം ആ മുഖത്തിനൊരു സാമ്യമുണ്ട്. ആരുടെ മുഖത്തോട്? ദൈവത്തിന്റെ മുഖത്തോട്. എന്തുകൊണ്ടാ ഇങ്ങനെ പറഞ്ഞത് നമുക്കറിയാം. ഞാൻ അതിന്റെ പശ്ചാത്തലമെല്ലാം വായിക്കാനായിട്ട് പോകുന്നില്ല. ആർക്കെങ്കിലും യാക്കോബിനോട് ക്ഷമിക്കരുത്, അതിനൊരു അവകാശം ഉണ്ടായിരുന്നെങ്കിൽ അത് ആർക്കായിരുന്നു? ഏശാവിനായിരുന്നു. കാരണം ഏശാവിനെ 2 വിധത്തിൽ കബളിപ്പിച്ചവനാണ്. ഒന്ന്, ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു. 2, പിതാവ് പറഞ്ഞു, നീ വേട്ടയിറച്ചി കൊണ്ടുപോ, ഞാൻ കഴിച്ചിട്ട് നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞു. അത് കേട്ട് ഈ ഏശാവ് വേട്ടയ്ക്ക് പോയ തക്കം നോക്കി അപ്പനെ കബളിപ്പിച്ച് ആ അനുഗ്രഹവും തട്ടിയെടുത്തു. അങ്ങനെ 2 വിധത്തിൽ. നമ്മള് ഉൽപ്പത്തി പുസ്തകം 27-ാമത്തെ അധ്യായത്തില് അവസാനം തൻ്റെ അനുജൻ തന്നെ കളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയപ്പം ഏശാവ് തൻ്റെ പിതാവിനോട് സംസാരിക്കുന്ന ആ വാക്യങ്ങൾ നോക്കുക. നിങ്ങൾ വീട്ടിൽ പോയി സമയമുള്ളപ്പോഴൊന്ന് വായിച്ചു നോക്കുക. കണ്ണു നനയാതെ നമുക്ക് ഏശാവിന്റെ ആ വിലാപം നമുക്ക് വായിച്ചു തീർക്കാൻ ഒക്കുകയില്ല. ഏശാവ് വലിയ താല്പര്യത്തോടെ, ആഗ്രഹത്തോടെ പിതാവ് തന്നെ ഈ ഇറച്ചി കഴിച്ചതിന് ശേഷം അനുഗ്രഹിക്കും എന്ന് വിചാരിച്ചു വന്നപ്പം മറ്റൊരാൾ ആ അനുഗ്രഹം കൊണ്ടുപോയിരിക്കുന്നു. ഉടനെ ഏശാവ് പറഞ്ഞു, അപ്പാ പോട്ടെ, അവനത് കൊണ്ടുപോയിക്കോട്ടെ, ബാക്കി എന്തെങ്കിലും ഒരു അനുഗ്രഹം എനിക്ക് തരാമോ? അപ്പോ പിതാവ് പറഞ്ഞു, മോനെ, എന്താ ഉള്ള നല്ല അനുഗ്രഹങ്ങളെല്ലാം അവന് കൊടുത്തു. ഒന്നുമില്ലേ അപ്പാ, എനിക്ക് വേണ്ടി ഒരു അനുഗ്രഹം പോലും നിനക്ക് തരാനില്ലേ എന്ന് പറഞ്ഞ് ഏശാവ് പൊട്ടിക്കരയുന്ന രംഗമാണ് നമ്മൾ അവിടെ കാണുന്നത്. അങ്ങനെ തന്നെ ചതിച്ച സഹോദരൻ. പക്ഷെ ആ സഹോദരൻ വർഷങ്ങൾക്ക് ശേഷം ലാബാന്റെ ഭവനത്തിൽ നിന്ന് ഭാര്യമാരും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് മടങ്ങി വരുമ്പോ ഇതാ ഏശാവ് 400 പേരുമായിട്ട് തന്നെ എതിരേൽക്കാൻ വരുന്നു എന്ന് യാക്കോബ് കേട്ടു. തീർച്ചയായിട്ടും പകരം വീട്ടാനുള്ള വരവാണിത്. താൻ നിസ്സഹായനാണ്. തന്നോടൊപ്പം ആണെങ്കിൽ സ്ത്രീകളും കുട്ടികളും ആടുമാടുകളും ഒക്കെ ഉണ്ട്. പെട്ടെന്ന് പലായനം ചെയ്യാനും ഒക്കുകയില്ല. ഇങ്ങനെ ഒരു വെട്ടിൽപ്പെട്ട പോലെ യാക്കോബ് നിൽക്കുമ്പോ ഇതാ യാക്കോബ് തീർത്തും വിചാരിച്ചു തന്നെ ഇല്ലാതെയാക്കും. അതിനുവേണ്ടി ഏശാവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ താന് ആളുകളെ ക്രമീകരിക്കുന്നതും ഒക്കെ നമുക്കറിയാം. തൻ്റെ പ്രിയപ്പെട്ട ആളുകളെ ഏറ്റവും ഒടുവിൽ നിർത്തി. അഥവാ ഏശാവ് സംഹരിച്ചാലും തൻ്റെ പ്രിയപ്പെട്ടവർക്ക്, ഏറ്റവും പ്രിയപ്പെട്ട റാഹേലിനോ ജോസഫിനോ ഒന്നും കേടുവരരുത് എന്ന് വിചാരിച്ച് അവരെ ഏറ്റവും ഒടുവിൽ നിർത്തി. അങ്ങനെ അപ്പോ തീർച്ചയായിട്ടും ഏശാവ് തന്നോട് പകരം വീട്ടുമെന്നും തന്നോട് ക്ഷമിക്കുകയില്ലെന്നും വിചാരിച്ചിരിക്കുമ്പോൾ അവിടെ ഉൽപ്പത്തി പുസ്തകം 33-8-9 വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ഈ ജ്യേഷ്ഠൻ ഓടി വന്ന് അനുജന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ സന്തോഷത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ, അവൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത എല്ലാ കാര്യത്തിനും മാപ്പ് കൊടുത്തുകൊണ്ട് അവനെ സ്വീകരിക്കുന്നു. സ്വീകരിക്കുമ്പോൾ യാക്കോബ് പറയുക, ജ്യേഷ്ഠ, ഇപ്പോൾ അങ്ങയുടെ മുഖത്തിന് ദൈവത്തിന്റെ
മുഖത്തിന്റെ സാദൃശ്യമാണ്. കണ്ടോ? അപ്പൊ ക്ഷമ കൊടുക്കുന്ന ഒരാൾക്ക്, മാപ്പ് കൊടുക്കുന്ന ഒരാളുടെ മുഖത്തിന് ദൈവത്തിന്റെ മുഖഭാവമാണ്, അല്ലെങ്കിൽ ദൈവദൂതന്റെ മുഖഭാവമാണ് ഉള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചരിത്രത്തിലെ നമ്മൾ കാണുന്ന ഇതേപോലെ തന്നെ ദൈവമുഖമുള്ള മറ്റൊരാളുണ്ട്. ആരാണ്? നമുക്കറിയാം, ജോസഫിനോടും ഇതുപോലെ സ്വന്തം രക്തത്തിൽ പിറന്നവര് കടുങ്കൈ കാണിച്ചു. മറ്റു വല്ലവരും നമ്മളെ ഉപദ്രവിച്ചാൽ നമുക്ക് അത്രത്തോളം തോന്നുകയില്ല. പക്ഷെ നമ്മുടെ സ്വന്തം സഹോദരന്മാരെന്ന് കരുതിയവര്, നമ്മുടെ കൂടെ ഒന്നിച്ച് കർത്തൃവേശ എടുത്തവര്, അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിന്റെ ഭാഗമായവര്, നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ, അവര് നമ്മളെ കബളിപ്പിച്ചാൽ, അവര് നമ്മളോട് തെറ്റായിട്ട് പെരുമാറിയാൽ അത് തീർച്ചയായിട്ടും വലിയ മുറിവുണ്ടാക്കും. ജോസഫിന് ആ നിലയിൽ വലിയ മുറിവുണ്ടായി. പക്ഷെ ജോസഫ് എന്ത് ചെയ്തു? ജോസഫ് തുടക്കം മുതൽ ഒടുക്കം വരെ തൻ്റെ സഹോദരന്മാരോടും, തന്നെ ഉപദ്രവിച്ച പൊത്തിഫേറിന്റെ ഭവനത്തോടും, തന്നെ മറന്നു കളഞ്ഞ ആ പാനപാത്രവാഹകനോടും, എല്ലാവരോടും, തന്നെ കാരാഗ്രഹത്തിലിട്ട കാരാഗ്രഹ പ്രമാണിയോടും, മുഴുവൻ പേരോടും ക്ഷമ കൊടുത്ത ഇതുപോലെ ഒരാളില്ല. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. നമ്മൾ സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങളോട് ചോദിക്കുക, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ആരാകണം എന്ന് ചോദിച്ചാൽ ചില കുഞ്ഞുങ്ങൾ പറയും എനിക്ക് ദാവീദാകണം, ചിലർ പറയും മോശയാകണം. നിങ്ങൾക്ക് ഈ ബൈബിൾ കഥാപാത്രങ്ങളിൽ ആരാകണമെന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ വീണ്ടും ഒരിക്കലൂടെ എനിക്കൊരു ബാല്യമുണ്ടെങ്കിൽ, ഞാനൊരു സൺഡേ സ്കൂളിലെ കുട്ടിയായിട്ട് നിൽക്കുകയാണെങ്കിൽ എന്നോട് സൺഡേ സ്കൂൾ അധ്യാപികയെ ചോദിക്കുക, മോനെ നിനക്ക് ആരാകണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മോശയുടെ പേരോ ദാവീദിന്റെ പേരോ അല്ല, മറിച്ച് ജോസഫിന്റെ പേരാണ്. കാരണം ജോസഫിന്റെ ജീവിതം ഉടനീളം നിങ്ങൾ നോക്കുക, അവിടെ ഒരു കറുത്ത പാട് എങ്ങും നമുക്ക് കാണാനൊക്കുകയില്ല. അതേസമയം ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. പക്ഷെ ദാവീദിന്റെ ഹൃദയത്തിൽ ഇരുണ്ട അധ്യായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മോശ ദൈവത്തിന്റെ ആ നിലയില് വളരെ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ആളാണ്. 600,000 ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് വലിയ വീരനെ പോലെ ഒരു ജൈത്രയാത്ര നടത്തി കനാനിന്റെ പടിവാതിക്കൽ കൊണ്ടെത്തിച്ച ആളാണ് മോശ. പക്ഷെ ആ മോശയുടെ ജീവിതത്തിലും കോപിച്ച് പാറയെ അടിച്ചതും ഒക്കെ ആയിട്ട് അങ്ങനെയുള്ള ഇരുളടഞ്ഞ ചില രംഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ജോസഫിനെ സംബന്ധിച്ച് മാത്രം അങ്ങനെയൊന്നില്ല. ഏത് രംഗമെടുക്കുക, കാരാഗ്രഹത്തിലെ പെരുമാറ്റമാകട്ടെ, പൊത്തിഫേറിന്റെ ഭവനത്തിലെ പെരുമാറ്റമാകട്ടെ, എവിടെയും ജോസഫ് എല്ലാവർക്കും ക്ഷമ കൊടുക്കുന്ന ഒരുവനായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, ജോസഫിന്റെ മുഖം എപ്പോഴും എന്തുപോലെ ഇരുന്നു. നമ്മൾ ചിന്തിച്ചതുമായിട്ട് ചേർത്ത് നമുക്ക് ഇങ്ങനെ പറയാം, ജോസഫിന്റെ മുഖം എപ്പോഴും ദൈവദൂതന്റെ മുഖം പോലെ തന്നെ ഇരുന്നു എന്ന് നമുക്കിതിനെ സംക്ഷേപിച്ച് വേണമെങ്കിൽ പറയാം. അപ്പോഴേ പ്രിയപ്പെട്ടവരെ, ഈ ജോസഫിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിന്റെ 15-ലും 7-ന്റെ 60-ലും ഒക്കെ നമ്മൾ വായിച്ച സ്തേഫാനോസ് തന്റെ പ്രസംഗത്തിൽ ഈ ജോസഫിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ജോസഫിന്റെ ജീവിതത്തിൽ നിന്ന് സ്തേഫാനോസ് ഒരു പാഠം എടുത്തായിരിക്കും താൻ എന്ത് ചെയ്തത്, തന്നെ ഉപദ്രവിച്ച ആളുകളോട് ക്ഷമിച്ചത്. അതുകൊണ്ട് ജോസഫിന്റെ ജീവിതത്തെക്കുറിച്ച് ഈ വലിയ പ്രസംഗത്തിൽ സ്തേഫാനോസും ഒരു 1-2 വാചകത്തിലാണെങ്കിലും വളരെ കൃത്യതയോടെ അതിന്റെ പോയിന്റ് കൃത്യമായിട്ട് കണ്ടെത്തി താൻ പറയുന്നുണ്ട്. നിങ്ങൾ നോക്കുക, അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 9-10 വാക്യങ്ങൾ. അവിടെ സ്തേഫാനോസ് പറയുന്നു, ഗോത്രപിതാക്കന്മാർ യോസഫിനോട് അസൂയപ്പെട്ടു, അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. ദൈവം അവനോട് കൂടെ ഇരുന്നാൽ അവന്റെ മുഖം പ്രകാശിക്കാതിരിക്കുമോ? ദൈവം അവനോട് കൂടെ ഇരുന്നു. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. അത് സ്തേഫാനോസ് കണ്ടെത്തി. ദൈവം കൂടെ ഇരിക്കണമെങ്കിൽ എന്ത് വേണം? എല്ലാവരോടും ക്ഷമിക്കണം. സ്തേഫാനോസ് അതിൽ നിന്ന് തനിക്കായിട്ടൊരു പാഠമെടുത്ത് താൻ ഒടുവിൽ, ദൈവമേ ഈ പാപം അവർക്ക് നിർത്തരുതേ എന്ന് പറഞ്ഞ് അവരോടും ക്ഷമിച്ച് ദൈവം തന്നോടൊപ്പമുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തി കർത്താവിൽ നിദ്ര പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ നോക്കുക, ദൈവം ജോസഫിനോട് കൂടെ ഇരുന്നു എന്നാണ് ഇതിന്റെ ചുരുക്കമായിട്ട് സ്തേഫാനോസ് പറയുന്നത്. നമ്മളിത് വെറുതെ ഒരു വാക്ക് പറഞ്ഞതായിട്ട് കരുതല്ലേ. തീർച്ചയായിട്ടും സ്തേഫാനോസിന് ബൈബിളിൽ നല്ല അവഗാഹം ഉണ്ടായിരുന്നു പഴയ നിയമ പുസ്തകങ്ങളിൽ.
നമ്മൾ ഉൽപ്പത്തി പുസ്തകം 39:21 ജോസഫിനെ കുറിച്ച്, ജോസഫ് കാരാഗ്രഹത്തിൽ കിടന്നതിനെ കുറിച്ച് പറയുന്ന ഭാഗം കണ്ടോ? 39:21, ഉൽപ്പത്തി 39:21. അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കിടന്നു, എന്നാൽ യഹോവ ജോസഫിനോട് കൂടെയിരുന്നു. കണ്ടോ? അപ്പോസ്തലപ്രവൃത്തി 7:10 സ്തേഫാനോസ് പറഞ്ഞ ആ പ്രയോഗം ദൈവം എന്തോ ചെയ്തു? ജോസഫിനോട് കൂടെയിരുന്നു. എവിടാ കൂടിയിരുന്നത്? കാരാഗ്രഹത്തിൽ വെച്ചാ കൂടിയിരുന്നത്. ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്ന രംഗങ്ങളെ കുറിച്ച് നമുക്ക് ഈ ലോകത്തിൽ നിന്ന് കിട്ടിയ ചില ധാരണകളുണ്ട്. ഈ വാക്യം ഇതിന് പകരം ജോസഫ് ഫറവോന്റെ കൊട്ടാരത്തിൽ പ്രധാനമന്ത്രിയായിട്ട് വാണു, ദൈവം അവനോടുകൂടെ ഇരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. എവിടാ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായ മിസ്രൈം, അന്നത്തെ അവിടുത്തെ ഫറവോന്റെ കൊട്ടാരത്തിൽ രണ്ടാമനായിട്ട് വാഴുമ്പം ദൈവം അവനോട് കൂടെ ഇരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. അതിനു പകരം തെറ്റിദ്ധരിക്കപ്പെട്ട് അടിയും വാങ്ങി കാരാഗ്രഹത്തിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടന്നപ്പം യഹോവ ജോസഫിനോട് കൂടെ ഇരുന്നു എന്നും ഇവിടെ വായിച്ചാൽ നമ്മൾ വിചാരിക്കും അതെന്താ ദൈവം കൂടെ ഉണ്ടെങ്കിൽ അവൻ കാരാഗ്രഹത്തിൽ കിടക്കുമോ? പ്രിയപ്പെട്ടവരെ, ആ അധ്യായം തന്നെ നോക്കുക, ഉൽപ്പത്തി പുസ്തകം 39:23. അവിടെയും നമ്മള് ദൈവം അവനോട് കൂടെ ഇരുന്നു എന്നുള്ള പ്രയോഗം കാണുന്നു. 39:23 യഹോവ അവനോട് കൂടെ ഇരുന്നു, അവൻ ചെയ്യുന്നതൊക്കെയും സഫലമാകൊണ്ട് അവന്റെ കൈക്കീഴുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല. കാരാഗ്രഹ പ്രമാണി അത് തിരിച്ചറിഞ്ഞു. ഈ കാരാഗ്രഹത്തിൽ യഹോവ ജോസഫിനോട് കൂടെ ഇരിക്കുന്നു എന്നുള്ളത് കാരാഗ്രഹ പ്രമാണി തിരിച്ചറിഞ്ഞ് അവനെ ചുമതലകൾ ഏൽപ്പിക്കുന്നതാണ് അവിടെ വായിക്കുന്നത്. അപ്പം ദൈവം കാരാഗ്രഹത്തിൽ കൂടെ ഇരുന്നു എന്ന് പറഞ്ഞത് കേവലം ഒരിടത്ത് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയതല്ല. 21-ലും 23-ലും അത് ആവർത്തിക്കുന്നു. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 39-ന്റെ 2-ാമത്തെയും 3-ാമത്തെയും വാക്യം നോക്കുക. അത് വേറൊരു സ്ഥലമാണ്. യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രൈമ്യനായ യജമാനന്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. ജോസഫിന്റെ യജമാനൻ എന്ന് ഇവിടെ പറഞ്ഞേക്കുന്ന ആരെ കുറിച്ചാ? പൊത്തിഫേറിനെ കുറിച്ച്. അപ്പൊ പൊത്തിഫേറിന്റെ ഭവനത്തിലും അവനൊരു അടിമയായിട്ടിരുന്ന കാലത്തും ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഈ ക്രിസ്തീയതയിലെ പ്രോസ്പെരിറ്റിയും മറ്റും ഒത്തിരി ആളുകളുടെ ചിന്തകളെ സ്വാധീനിച്ചിരിക്കുമ്പോൾ അവര് വിചാരിക്കുന്നത് ഫറവോന്റെ അരമനയിലെ സുഖമായിട്ട് വാഴുമ്പോഴാണ് ദൈവം കൂടെ ഇരിക്കുന്നത് എന്നാണ്. പക്ഷെ ജോസഫിന്റെ അനുഭവം കണ്ടോ? അവിടെ വെച്ചല്ല അത് പറഞ്ഞിരിക്കുന്നത്. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും പൊത്തിഫേറിന്റെ വീട്ടിൽ ഒരു അടിമയായിട്ട് കഴിയുമ്പോഴുമാണ് ദൈവം കൂടെ ഇരുന്നു. ചുരുക്കത്തിൽ നമ്മൾ ചിന്തിച്ചതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഇങ്ങനെ പറയാം, ജോസഫിന്റെ ജീവിതം തുടക്കം മുതൽ ഒടുക്കം വരെ എങ്ങും ഒരു കറുത്ത പാടുപോലും ഇല്ലായിരുന്നു. ഇതുപോലെ വേണമെങ്കിൽ വേറൊരു ബൈബിൾ കഥാപാത്രം ദാനിയേലിനെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതൊഴിച്ചാൽ ജോസഫ് വളരെ യുണീക്കായിട്ട് മറ്റുള്ളവരിൽ നിന്നൊക്കെ വേർപെട്ട് ഒരു ചരിത്രത്തിൽ തൻ്റെ ജീവിതത്തിൽ ഒരു കറുത്ത ഇരുണ്ട അധ്യായം പോലും ഇല്ലാതെ എല്ലാവരോടും എപ്പോഴും ക്ഷമിച്ചു, എപ്പോഴും ദൈവം കൂടെ ഇരിക്കാൻ യോഗ്യനായിട്ട് എല്ലാവർക്കും മാപ്പ് കൊടുത്ത്, അങ്ങനെ ദൈവം കൂടെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ദൈവത്തിന്റെ മുഖഭാവം ഉള്ളവനായിട്ട്, അല്ലെ ദൈവദൂതന്റെ മുഖഭാവം ഉള്ളവനായിട്ട് ഇരുന്ന ഒരുവനാണ് ജോസഫ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്ഷമിക്കുന്നതിനെ കുറിച്ച് വിശദമായിട്ട് ചിന്തിക്കുകയായിരുന്നല്ലോ. അതിന്റെ അവസാന ഭാഗമെന്നുള്ള നിലയിൽ വേണമെങ്കിൽ നമുക്ക് ജോസഫിന്റെ ജീവിതത്തിൽ നിന്ന് 5 കാര്യങ്ങൾ നമുക്ക് നോക്കുകയും നമ്മൾ യഥാർത്ഥത്തിൽ ആളുകളോട് ക്ഷമിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള തെളിവായിട്ട് ഈ കാര്യങ്ങൾ എടുക്കുകയും ചെയ്യാം. നമുക്ക് ജോസഫിന്റെ ജീവിതത്തിലേക്ക് കടന്നു പോകാം. ജോസഫിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവന്റെ ഒരു ദൈവദൂതന്റെ മുഖം പോലെ അവന്റെ മുഖവും പ്രശോഭിച്ചിരിക്കാം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഏതായാലും അവൻ എല്ലാവർക്കും ക്ഷമ കൊടുത്തു. സ്തേഫാനോസിനെ പോലെ ഏശാവ് യാക്കോബിനെ ക്ഷമ കൊടുത്തതുപോലെ ക്ഷമ കൊടുത്തു. ജോസഫിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് നോക്കുക, ഒരു ഭാഗം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 45-ന്റെ 3-ാമത്തെ വാക്യം.
ഉൽപ്പത്തി പുസ്തകം 45:3. ജോസഫ് സഹോദരന്മാരോട് ഞാൻ ജോസഫ് ആകുന്നു, എന്റെ അപ്പൻ ജീവനോടിരിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാർ അവന്റെ സന്നിധിയിൽ ഭ്രമിച്ചു പോയത് കൊണ്ട് അവനോട് ഉത്തരം പറവാൻ അവർക്ക് കഴിഞ്ഞില്ല. കണ്ടോ, ഈ ഭാഗം ജോസഫ് തന്റെ സഹോദരന്മാരുടെ മുമ്പാകെ തന്നെ വെളിപ്പെടുത്തുന്ന രംഗമാണ്. അവിടെ താൻ എന്താ ചെയ്യുന്നത്? അവിടെ താൻ അങ്ങനെ അവർക്ക് മാപ്പ് കൊടുത്തുകൊണ്ട് അവരോട് ഒരു വാക്കുപോലും നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് പറയാതെ തന്നെ വെളിപ്പെടുത്തുക. ഞാൻ ജോസഫ് ആകുന്നു എന്ന് പറഞ്ഞു. പിന്നെ അപ്പന്റെ കാര്യം ചോദിക്കുന്നു, അപ്പൻ സുഖമായിരിക്കുന്നു. ഇതാണ് ജോസഫിന്റെ ഭാഗത്തുനിന്ന് ഈ സഹോദരന്മാരോട് വളരെ തുറന്ന, വളരെ സ്വാതന്ത്ര്യമുള്ള, വളരെ മാപ്പ് കൊടുത്ത, വളരെ ക്ഷമിച്ച ഒരു മനോഭാവത്തോടെ ജോസഫ് ഈ 45:3 അങ്ങനെ പറയുന്നു. പക്ഷെ അതിനോടുള്ള സഹോദരന്മാരുടെ പ്രതികരണം എന്താ? സഹോദരന്മാര് ഭ്രമിച്ചുപോയി. അപ്പൊ കണ്ടോ, യഥാർത്ഥത്തില് മാപ്പ് കൊടുക്കുകയും നമ്മുടെ ജീവിതത്തില് അങ്ങനെ ഒരു രഹസ്യപാപമൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു കയ്പോ അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നുമില്ലാതെ ഇരുന്നാൽ ജോസഫിനെ പോലെ നമുക്കും ക്ഷമിക്കുന്നത് നൽകുന്ന വലിയ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതേസമയം ഈ സഹോദരന്മാരോ അതിന്റെ നേരെ മറുവശത്ത് നിൽക്കുന്നു. അവര് കുറ്റം ചെയ്ത ആളുകളും സഹോദരനെ ഒറ്റുകൊടുത്ത വിറ്റുകളഞ്ഞവരും ക്ഷമിക്കാത്തവരും വൈരാഗ്യ മനസ്സ് സൂക്ഷിക്കുന്നവരും കയ്പും പകയും ഉള്ളവരായതുകൊണ്ട് അവർക്ക് എന്തുണ്ട്? അവിടെ നമ്മൾ കാണുന്നത് അവര് ഭ്രമിച്ചു പോയി, അവര് പേടിച്ചു പോയി. പേടി, ഭയം. ഈ ഭയം കൊണ്ട് അവർ ഭ്രമിച്ച് പുറകോട്ട് 10 ചുവട് വെച്ചെന്ന് ഞാനങ്ങ് സങ്കല്പിക്കുക. എന്താ അങ്ങനെ സങ്കല്പിക്കാൻ കാര്യം? കാരണം അതിന്റെ അടുത്ത വാക്യം നോക്കിക്കേ, 45:4. ജോസഫ് പറയുന്നു, നിങ്ങൾ ഇങ്ങോട്ട് അടുത്തു വാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇത് കേട്ടപ്പോ അവർ ഇച്ചിരി പുറകോട്ട് പോയെന്നല്ലേ അർത്ഥം. ഏതായാലും നല്ല പേടി അവർക്ക് തട്ടി. അതേസമയം ജോസഫിന് തുറന്ന പെരുമാറ്റം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെരുമാറ്റം, ആ ക്ഷമ നൽകുന്ന ഒരു സ്വാതന്ത്ര്യം നമ്മുടെ പെരുമാറ്റത്തിൽ ഉണ്ടാവും. അതേസമയം ക്ഷമയില്ലെങ്കിൽ, കയ്പുണ്ടെങ്കിൽ, പകയുണ്ടെങ്കിൽ, കുറ്റബോധമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പുറകോട്ട് മാറും, പേടിച്ചു പോകും, ഭയപ്പെട്ടു പോകും. നമ്മൾ 1 യോഹന്നാൻ 4:18 ഈ കാര്യം കാണുന്നുണ്ട്. അവിടെ ഭയം നമുക്കൊരു ദണ്ഡനം നൽകും, ഒരു ശിക്ഷ നൽകുമെന്ന് അവിടെ പറയുന്നു. 1 യോഹന്നാൻ 4:18. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. അപ്പൊ ഇവിടെ എന്താ നമ്മൾ വായിച്ചത്? ഭയത്തിന് എപ്പോഴും എന്തുണ്ട്? ഭയത്തിനൊരു ദണ്ഡനമുണ്ട്. ദണ്ഡനം എന്ന് വെച്ചാൽ നമ്മെ തന്നെ ആ നിലയിൽ പീഡിപ്പിക്കുന്ന, അതിൻ്റെ ആ പീഡനത്തിന്റെ മാനസികമായ വലിയൊരു അതിന്റെ മുമ്പാകെ നിൽക്കാനൊക്കാത്ത ഒരു വലിയ ദണ്ഡനം നമ്മൾ അനുഭവിക്കും. ഇവിടെ ഈ സഹോദരന്മാർ അനുഭവിക്കുന്നത് എന്താ? ഭയത്തിന്റെ ഒരു ദണ്ഡനമാണ് അനുഭവിക്കുന്നത്. അതേസമയം ജോസഫിന് അതില്ല. ഭയം എപ്പോഴും, തെറ്റായ ഭയം എപ്പോഴും ദണ്ഡനം കൊണ്ടുവരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും നിലയിൽ ഒരാളെ അഭിമുഖീകരിക്കുമ്പോൾ ഒരു ദണ്ഡനമുണ്ടോ? ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഒരു ദണ്ഡനമുണ്ടോ? ഒരു ഭയമുണ്ടോ? ഒരു സ്വതന്ത്രമായ തുറന്ന ഒരു പെരുമാറ്റം ഇല്ലാതുണ്ടോ? ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നത് നമുക്ക് ഭയമുണ്ടെന്നും ആ ഭയത്തിന്റെ ദണ്ഡനം നമുക്കുണ്ടെന്നുമാണ്. ഈ നിലയിൽ മറ്റൊരാളെ നമുക്ക് കാണാൻ ഒക്കും. 1 ശമൂവേൽ 18:12 വായിക്കുക. ഞാൻ വളരെ വേഗത്തിൽ കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്, ദയവായിട്ട് വാക്യങ്ങൾ ഓർക്കണേ. 1 ശമൂവേൽ 18:12. ആ വാക്യം ഇതുപോലെ മറ്റൊരാളെ കുറിച്ചാണ് പറയുന്നത്, ശൗലിനെ കുറിച്ച്. ശൗൽ എന്ത് ചെയ്തു? 1 ശമൂവേൽ 18:12. യഹോവ ദാവീദിനോട് കൂടെ ഇരിക്കുകയും, കണ്ടോ, ജോസഫിനോട് കൂടെ ഇരുന്നു എന്ന് പറയുന്ന അതേ പ്രയോഗം തന്നെ. ദൈവം ഇപ്പൊ ആരുടെ കൂടെ ഇരിക്കുന്നു? ദാവീദിനോട് കൂടെ ഇരിക്കുകയും ശൗലിനെ വിട്ടുമാറുകയും ചെയ്തതുകൊണ്ട് ശൗൽ ദാവീദിനെ ഭയപ്പെട്ടു. ഭയം വരിക. ദാവീദിനെ ഭയപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? ദാവീദ് ഒരു സാധാരണക്കാരൻ. അതേസമയം ശൗൽ ആരാ? ശൗൽ ആ സമയത്ത് രാജാവ് ഒരു സാധാരണ ചെറുപ്പക്കാരനെ എന്തിനാ ഭയപ്പെടേണ്ടത്?
ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ശൗല് ഭയപ്പെടുകയാണ്. അവനൊരു ദണ്ഡനത്തിലൂടെ കടന്നു പോവുകയാണ്. നമുക്ക് ആ പശ്ചാത്തലം അറിയാം. ശൗലിനെ എന്ത് ചെയ്യുന്നു? ആ ഭയവും ദണ്ഡനവും ഒരു ദുരാത്മാവായിട്ട് അവനെ വേട്ടയാടും. ആ ദുരാത്മാവ്, ദണ്ഡിപ്പിക്കുന്ന ഒരു ആത്മാവ് ശൗലിനെ കീഴടക്കുന്നു. കണ്ടോ? ഭയം മൂലം അതുണ്ടാവും. ഈ ജോസഫിന്റെ സഹോദരന്മാർക്ക് ഭയമുണ്ടായി, ദണ്ഡനമുണ്ടായി. ശൗലിന് ദാവീദിനെ ഭയപ്പെട്ടു. ശൗലിനെ ഒരു ദുരാത്മാവ് ദണ്ഡിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഭയത്തില് ഒരു ദണ്ഡനമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് അരുത്? നമ്മൾ ഒരു ഭയം ഉണ്ടാകരുത്. ഭയം ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ വെളിച്ചത്തിൽ തന്നെ നടക്കണം, സ്നേഹത്തിൽ തന്നെ നടക്കണം. നമ്മൾ മുമ്പേ വായിച്ച 1 യോഹന്നാന്റെ തന്നെ ഒരു വാക്യം നോക്കൂ. 1 യോഹന്നാൻ 2:11. സഹോദരനെ പഴിക്കുന്നവനോ ഇരുട്ടിൽ ഇരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവന്റെ കണ്ണു കുരുടാക്കിയാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. 1 യോഹന്നാൻ 2:11 എന്ന ആ കൊച്ചു വാക്യത്തില് എത്ര വട്ടം ഇരുട്ടെന്ന് പറയുന്നു. സഹോദരനെ പഴിക്കുന്നവൻ ഇരുട്ടിൽ ഇരിക്കുന്നു. ആദ്യം ഇരുട്ടിൽ ഇരിക്കുന്നു, പിന്നെ നടക്കുന്നത് ഇരുട്ടിൽ നടക്കുന്നു. പിന്നെ അവന്റെ കണ്ണ് ആര് കുരുടാക്കിയിരിക്കുന്നു? ഇരുട്ട് അവന്റെ കണ്ണ് കുരുടാക്കിയിരിക്കുന്നു. എവിടോട്ടായി പോകുന്നതെന്ന് വല്ല പിടുത്തമുണ്ടോ? അതും അറിഞ്ഞൂടാ. ഓക്കെ, കണ്ടോ? ഒരുത്തൻ സഹോദരനെതിരെ കൈപ്പൊള്ള ഒരു മനോഭാവം സൂക്ഷിച്ചാൽ, ക്ഷമിക്കാത്ത ഒരു മനോഭാവം സൂക്ഷിച്ചാൽ അവൻ എന്തെങ്കിലും രക്ഷയുണ്ടോ? ഇല്ല. അവന് ഒരു തരി വെട്ടവും ഇല്ലാത്തടത്ത് ഇരിക്കുക. ഇരുന്നിരുന്ന് വിഷമിച്ചപ്പോ എന്നാ എണ്ണീറ്റ് നടന്നപ്പോഴോ അവിടെ ഇരുട്ട്. എവിടോട്ടാ പോകുന്നത്? കണ്ണു കുരുടാക്കി ഇരുട്ട്. ഒന്നും അറിയുന്നുമില്ല. കണ്ടോ? ഈ ഭയത്തിന്റെ ദണ്ഡനം അനുഭവിക്കുന്നവരുടെ ഒരു ആ നിലയിലുള്ള ഒരു വിഷമം കണ്ടോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് നമ്മള് ഈ ഭയത്തിന്റെ ദണ്ഡനം ഇല്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മള് ജോസഫിനെ പോലെ ഈ ഇങ്ങനെയുള്ള തെറ്റായ മനോഭാവത്തിൽ നിന്ന് നമ്മൾ മാറുകയും ജോസഫിനെ പോലെ മറ്റുള്ളവരോട് ക്ഷമിച്ച് ഒരു സ്വാതന്ത്ര്യം കൈയാളുന്നവരാകണം. മറ്റുള്ളവരോട് ക്ഷമിച്ച് ഭയമില്ലാതെ ജീവിക്കുന്നവരാകണം. ഈ ക്ഷമിക്കുമ്പോൾ ഭയമില്ലാതാകും. പക്ഷേ അവിടെ തന്നെ ഈ ഭയം എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇരുട്ടിൽ നടക്കുന്നവരും, അല്ലെ ശൗലിനുണ്ടായ ഭയവും, അല്ലെങ്കിൽ ഈ ജോസഫിന്റെ സഹോദരന്മാർക്കുണ്ടായ ഭയവും ഒക്കെ തെറ്റായ ഒരു ഭയമാണ്. എന്നാൽ ഇതിന്റെ ഒരു മറുവശം കൂടെ ഞാൻ വേഗത്തിൽ ഒരു വാക്യം വായിക്കാം. 130-ാം സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യം കണ്ടോ? അവിടെ രക്ഷയിൽ എന്തുണ്ട്? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ഇപ്പൊ നമ്മൾ ചിന്തിച്ചതിന്റെ ഒരു കോൺട്രാസ്റ്റ് ആണ്, അതിന്റെ ഒരു വിരുദ്ധ ധ്രുവത്തിൽ നിൽക്കുന്ന ഒരു വാക്യമാണ്. ഇതെന്താണ്? ഈ ഭയം എന്താണ്? ഇത് ആരോഗ്യകരമായ ഒരു ഭയമാണ്. നമ്മൾക്ക് ദൈവത്തെ ആരോഗ്യകരമായ ഒരു ഭയം നമുക്കുണ്ടാകണം. നമ്മളത് വായിക്കുന്നുണ്ടല്ലോ, ദൈവഭയം, ആരോഗ്യകരമായ ഒരു ഭയം. ആ ഭയം നമുക്കുണ്ടാകണം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, 134 പറയുന്നു, നിന്റെ പക്കൽ വിമോചനമുണ്ട്, നിന്റെ പക്കൽ രക്ഷയുണ്ട്. ആ രക്ഷ ദൈവമേ നീ എനിക്ക് തന്നപ്പം നിന്നെ ഞാൻ ആരോഗ്യകരമായി ഭയപ്പെടുന്നു. പോട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് ഇങ്ങനെ പറയാം. നമ്മള് ജോസഫിന്റെ ജീവിതത്തിൽ നിന്ന് ജോസഫ് ഇവരോടെല്ലാം ക്ഷമിച്ചു എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവായിട്ട് നമ്മൾ കണ്ടത് എന്താ? തുറന്ന ഒരു പെരുമാറ്റമാണ്. ഒരു ദണ്ഡനമില്ലാത്ത, ഭയമില്ലാത്ത ഒരു പെരുമാറ്റമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കൽ ഒരാളുമായിട്ട് ഒരു പ്രശ്നമുണ്ടായി. പക്ഷെ അത് നമ്മൾ പൂർണ്ണമായിട്ട് ക്ഷമിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? പിന്നീട് ആ ആളിനെ കാണുമ്പോൾ ഒരു ഭയമില്ലാതെ, സ്വാതന്ത്ര്യത്തോടെ, ക്ഷമ നൽകിയ ആ ഒരു ധൈര്യത്തോടെ നമുക്ക് പെരുമാറാൻ കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ആ കാര്യം ക്ഷമിച്ചു, നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു എന്നുള്ളതിന്റെ തെളിവാണ്. രണ്ടാമത് നമുക്ക് ജോസഫിന്റെ ജീവിതത്തിൽ നിന്ന് മറ്റൊരു കാര്യം നോക്കാം. ഉൽപ്പത്തി പുസ്തകം 45-ന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളില് അവിടെ ജോസഫ് താന് സഹോദരന്മാരോട് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. സഹോദരന്മാരോട് പറയുക, അവർക്ക് ക്ഷമ കൊടുത്തുകൊണ്ട് അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയുക, എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കണ്ട. ഉൽപ്പത്തി പുസ്തകം 45-ന്റെ 5 മുതലുള്ള വാക്യങ്ങൾ.
നിങ്ങൾ എന്നെ വിറ്റത് കൊണ്ട് വ്യസനിക്കണ്ട, വിഷാദിക്കുകയും വേണ്ട. നമ്മുടെയൊക്കെ ജീവരക്ഷയ്ക്കായിട്ടുള്ള കാര്യമായത്. എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിന് ഞാൻ നേരത്തെ ഇവിടെ വന്നതാണ് എന്നെല്ലാം താന് അങ്ങനെ പറഞ്ഞ് താന് സഹോദരന്മാരോട് ആ നിലയില് കണ്ടോ അവരെ ധൈര്യപ്പെടുത്തുക ചെയ്യുന്നു. അവരെ ധൈര്യപ്പെടുത്തുക. തെറ്റ് ചെയ്തവൻ എപ്പോഴും ഒരു അധൈര്യമുണ്ട്, ഭയമുണ്ട്. എന്നാൽ ക്ഷമിച്ചവന് ധൈര്യമുണ്ട്, അവന് പേടിയില്ല. അവരെ സ്വാന്തനപ്പെടുത്തുന്നു. നിങ്ങൾ വ്യസനിക്കണ്ട, വിഷാദിക്കുകയും വേണ്ട, നമ്മുടെയൊക്കെ ജീവരക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ഒരു പദ്ധതിയാണിത് എന്ന് പറഞ്ഞ് താന് അവരെ ആ നിലയിൽ തന്നിലുള്ള ആ ക്ഷമ നൽകിയ ദൈവീക ജീവൻ വെളിപ്പെടുത്തുകയാണ് ജോസഫ് ഇവിടെ ചെയ്യുന്നത്. 45-15 വാക്യം നോക്കുക. അവിടെ ജോസഫ് സഹോദരന്മാരെ ഒക്കെയും ചുംബിച്ചു, കെട്ടിപ്പിടിച്ചു, കരഞ്ഞു, സഹോദരന്മാരുമായി സല്ലപിച്ചു. കണ്ടോ, അവിടെ ഒക്കെ ഈ ക്രിയാപദങ്ങളുടെ എല്ലാം അടിയിൽ വരയിട്ടാല് എത്രയെത്ര കാര്യങ്ങളാണ്. സഹോദരന്മാരെ ഒക്കെയും ചുംബിച്ചു. ആരൊക്കെ സഹോദരന്മാര്? ഈ വിറ്റ് കളഞ്ഞ സഹോദരന്മാര്, പൊട്ടക്കണത്തിൽ ഇട്ട സഹോദരന്മാര്, ഓരോരുത്തരെയും ചുംബിച്ചു. ചുംബിച്ച ഉടനെ ചിലരെ ചുംബിച്ചപ്പം അത്ര ആ ചുംബനത്തിന് ഒരു മുറുക്കമില്ലായിരുന്നെന്നാന്നു? അല്ല, അങ്ങനൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. ചുംബിച്ചു. അതിന്റെ ഓർമ്മ പോലും ഇല്ല, ഇവര് ചെയ്തതിന്റെ ഓർമ്മ പോലും ഇല്ല, ഇവരെ വേർതിരിച്ചറിയുന്നില്ല. ഈ ആളാണ് കൂടുതൽ എന്നെ വിഷമിപ്പിച്ചത്, അങ്ങനില്ല. എല്ലാവരെയും ചുംബിച്ചു, കെട്ടിപ്പിടിച്ചു, കരഞ്ഞു. കണ്ടോ, ജോസഫാണ് കരയുന്നത്. എന്നിട്ട് സഹോദരന്മാരുമായിട്ട് സല്ലപിച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പോഴ് ജോസഫ് യഥാർത്ഥത്തിൽ ക്ഷമിച്ചപ്പോൾ എന്തൊരു ആ നിലയിലുള്ള ഒരു ജീവനാണ് താന് സഹോദരന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. ഒരു ജീവന്റെ, ഒരു ലൈഫിന്റെ ഒരു അന്തരീക്ഷമാണ് കൊണ്ടുവരുന്നത്, അല്ലാതെ മരണത്തിന്റെ ഒരു അന്തരീക്ഷമല്ല. ഇവരോടൊക്കെ ദേഷ്യപ്പെടുകയും നിങ്ങൾ അങ്ങനെ ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും അവരോട് കോപിക്കുകയും അവരെ വേദനിപ്പിക്കുകയും ആണെങ്കിൽ ഒരു മരണത്തിന്റെ അന്തരീക്ഷം കൊണ്ടുവന്നു എന്ന് നമുക്ക് പറയാം. പക്ഷെ എല്ലാവരോടും ക്ഷമിച്ച്, കെട്ടിപ്പിടിച്ച്, ചുംബിച്ച്, കരഞ്ഞ്, സല്ലപിച്ച് ഒക്കെ അങ്ങനെ വന്നപ്പോ താന് ദൈവീക ജീവൻ തന്നെയാണ് ആ ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മളും യഥാർത്ഥത്തിൽ ആളുകളോട് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബന്ധങ്ങളിലേക്ക് പിന്നീട് ഒരു ജീവൻ കൊണ്ടുവരും, ദൈവിക ജീവൻ കൊണ്ടുവരും. ദൈവിക ജീവൻ എപ്പോഴും ക്ഷമിക്കുന്നതാണ്. ദൈവിക ജീവൻ എപ്പോഴും വിട്ടുകളയുന്നതാണ്. ദൈവിക ജീവൻ എപ്പോഴും അതിന്റെ ഓർമ്മ സൂക്ഷിക്കാത്തതാണ്. ദൈവിക ജീവൻ നിരുപാധികം മാപ്പ് കൊടുക്കുന്നതാണ്. അങ്ങനെ ദൈവിക ജീവനെയാണ് ഇവിടെ ഈ ജോസഫ് സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ താന് കൊണ്ടുവരുന്നത്. എന്നാൽ നമുക്കിതിന്റെ ഒരു കോൺട്രാസ്റ്റ്, ഇതിന്റെ ഒരു വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന മറ്റൊരാളെ നമുക്ക് വളരെ വേഗത്തിൽ ഒന്ന് നോക്കാം. വളരെ വേഗത്തിൽ കഴിഞ്ഞൊരു ദിവസം ഞാൻ ഓർക്കുന്നു, നമ്മൾ ദാവീദിന്റെ ജീവിതത്തിലെ ഒരു രംഗം പറഞ്ഞു. ദാവീദ് തന്റെ ജീവിതത്തിന്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ തന്റെ സ്വന്തം മകൻ അബ്ശാലോമിനെ പേടിച്ച് താന് കൊട്ടാരം വിട്ട് ഒരു അഭയാർത്ഥിയെ പോലെ താന് മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്ന രംഗത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അവിടെ ദാവീദിന് ഏറ്റവും പേടി ഉണ്ടായിരുന്ന ഒരു കാര്യം എന്താ? അബ്ശാലോം വരുന്നു, യെരൂശലേമിലേക്ക് വരുന്നു, കൊട്ടാരത്തിലേക്ക് വരുന്നു എന്ന് മാത്രമല്ല, അബ്ശാലോമിന്റെ കൂടെ തന്റെ മന്ത്രി അഹീതോഫേല് ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ദാവീദിനെ ഭയപ്പെടുത്തിയ മറ്റൊരു കാര്യം. അതുകൊണ്ട് ദാവീദ് അവിടെ വെച്ചൊരു പ്രാർത്ഥന പോലും നടത്തുന്നുണ്ട്. ദൈവമേ, അഹീതോഫേലിന്റെ ആലോചനയെ വ്യർത്ഥമാക്കണമേ എന്ന ഒറ്റ വരിയിൽ താൻ ഒരു പ്രാർത്ഥന പോലും നടത്തുന്നുണ്ട്. അപ്പൊ ഈ അഹീതോഫേൽ, തന്റെ മന്ത്രിയായിരുന്ന അഹീതോഫേൽ എന്തുകൊണ്ട് മറുപക്ഷം ചേർന്നു? ദാവീദിന് മനസ്സിലായില്ല. അല്ലെങ്കിൽ നമ്മളും പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ ഈ അഹീതോഫേൽ, ദാവീദിന്റെ നല്ല മന്ത്രിയാണ്. ദാവീദാണെങ്കിൽ ഈ അഹീതോഫേലിന്റെ ആലോചനയെ എന്തുപോലെ എടുക്കുന്നത്? ദൈവത്തിന്റെ അരുളപ്പാട് പോലെയാണ് താൻ എടുത്തിരുന്നതെന്ന് 2 ശമൂവേൽ 16:23 പറയുന്നുണ്ട്. ദാവീദിന് അഹീതോഫേലിന്റെ ആലോചന ദൈവത്തിന്റെ അരുളപ്പാട് പോലായിരുന്നു. അങ്ങനെ അഹീതോഫേലിന് കൊടുക്കേണ്ട മാന്യത എല്ലാം കൊടുത്ത് കൂടെ കൊണ്ട് നടന്നിട്ടും അവസാന നിമിഷം ഈ അഹീതോഫേൽ എന്തുകൊണ്ടാ ദാവീദിനെ വിട്ടുപോയത്? നമ്മള് ബൈബിള് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതങ്ങോട്ട് മനസ്സിലാവുകയില്ല. എന്നാൽ വചനത്തോട് താരതമ്യപ്പെടുത്തുമ്പോഴാണ് ഈ അഹീതോഫേലിന്റെ മനസ്സിൽ ഒരു കയ്പ് വീണ സംഭവം
നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. വളരെ വേഗത്തിൽ നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. 2 ശമൂവേൽ 23:34 വാക്യം നോക്കുക. 2 ശമൂവേൽ 23:34. അഹീതോവേലിന്റെ മകൻ എലിയാം. അപ്പോ ഈ അഹീതോവേലിന് ഒരു മകൻ ഉണ്ടായിരുന്നു. ആ മകന്റെ പേരെന്തായിരുന്നു? എലിയാം. ഇനി മറ്റൊരു വാക്യം നോക്കുക. 2 ശമൂവേൽ 11:3. അവൾ എന്ന് പറയുന്നത് ബേത്ശേബയെ കുറിച്ചാണ്. ബേത്ശേബ ഏലിയാമിന്റെ മകളും ഹിത്യനായ ഊരിയാവിന്റെ ഭാര്യയുമായിരുന്നു ബേത്ശേബ എന്നറിഞ്ഞു. ഞാൻ ഇത് വിശദീകരിക്കുന്നില്ല. ബേത്ശേബ, ആ സംഭവം നമുക്കറിയാം. ഊരിയാവിന്റെ ഭാര്യയായ ബേത്ശേബയെ ദാവീദ് വഷളാക്കി. താൻ അങ്ങനെ ചെയ്യരുതായിരുന്നു. പക്ഷേ അതില് നൊന്ത വേറൊരാളുണ്ട്. അതാരാ? അഹീതോവേല. കാരണം എന്താ? അഹീതോവേലിന്റെ കൊച്ചുമകളാണ് ബേത്ശേബ. അഹീതോവേലിന്റെ മകൻ ഏലിയാമിന്റെ മകളാണ് ഈ ബേത്ശേബ. ആ ബേത്ശേബയാണ് ദാവീദ് രാജാവ് വഷളാക്കിയത്. അപ്പോ അഹീതോവേലിന്റെ മനസ്സിൽ ദാവീദിനോട് ഒരു വൈരാഗ്യം വീണിരിക്കും. ആ വൈരാഗ്യത്തെ തുടർന്ന് ആ വൈരാഗ്യമാവണം അഹീതോവേലിനെ അബ്ശാലോമിന്റെ പക്ഷം ചേരാൻ, ദാവീദിനെതിരെ കൊട്ടാര വിപ്ലവം നടത്താൻ വന്ന ആ മകന്റെ പക്ഷം ചേരാൻ അഹീതോവേലിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അവിടെ കണ്ടോ, ഈ അഹീതോവേലിന്റെ അന്ത്യം എന്തായിരുന്നു? നമ്മൾ ഈ കാര്യങ്ങളെ നോക്കുമ്പോൾ അഹീതോവേൽ അബ്ശാലോമിന്റെ കൂടെ കൂടി. എന്നിട്ട് അഹീതോവേൽ എന്ത് ചെയ്യുന്നു? വളരെ കേട്ടാൽ നമുക്ക് നമ്മൾ നടുങ്ങിപ്പോകുന്ന ആ നിലയിലുള്ള ഒരു ഉപദേശം അബ്ശാലോമിന് കൊടുക്കുന്നുണ്ട്. 2 ശമൂവേൽ 16:21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വളരെ വേഗത്തിൽ വായിക്കുകയാണ്. 2 ശമൂവേൽ 16:21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അഹീതോവേൽ അബ്ശാലോമിനോട്, രാജധാനി സൂക്ഷിപ്പാൻ നിന്റെ അപ്പൻ പാർപ്പിച്ചിട്ടുള്ള അവന്റെ വെപ്പാട്ടികളുടെ അടുക്കൽ നീ ചെല്ലുക. എന്നാൽ നീ നിന്റെ അപ്പനെ നിന്നെ തന്നെ വെറുപ്പാക്കി എന്ന് എല്ലാ ഇസ്രായേലും കേൾക്കും. നിന്നോടുകൂടെ ഉള്ളവർ ഒക്കെയും ധൈര്യപ്പെടും. അബ്ശാലോം എന്ത് ചെയ്തു? ഈ ആലോചന കൈക്കൊണ്ട് എല്ലാ ഇസ്രായേലും കാണുക അങ്ങനെ തന്നെ ചെയ്തു. അക്കാലത്ത് അഹീതോവേൽ പറയുന്ന ആലോചന ദൈവത്തിന്റെ അരുളപ്പാട് പോലെയായിരുന്നു. ദാവീദിനും അഹീതോവേലിന്റെ ആലോചന അങ്ങനെ തന്നെയായിരുന്നു. കണ്ടോ, ഇവിടെ കണ്ടോ, അഹീതോവേൽ കൊടുക്കുന്ന ഈ ഒരു ആലോചനയിൽ ബേത്ശേബയോട് ദാവീദ് ചെയ്ത ആ കടുംകൈയുടെ ഒരു പകരം വീട്ടലുണ്ട്. ദാവീദിന്റെ ഭാര്യമാരോട് നേരെ ചെന്ന് അവരെ വഷളാക്കാനായിട്ട് ഈ അബ്ശാലോമിനെ, മകനെ തന്നെ പറഞ്ഞയക്കുന്നിടത്ത് അഹീതോവേലിന് എന്തുണ്ട്? ഒരു പകരം വീട്ടലുണ്ട്. എന്റെ കൊച്ചുമകളെ ഇവൻ വഷളാക്കിയോ, എന്നാ ഇതാ ഇവന്റെ മകനെ കൊണ്ട് തന്നെ ഞാൻ അതിന് പകരം വീട്ടും എന്ന് പറഞ്ഞിട്ടാവാം ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പൊ അഹീതോവേലിന്റെ ക്ഷമിക്കാത്ത, വിട്ടുകളയാത്ത ആ നിലയിലുള്ള ഒരു മനോഭാവമാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. ഒടുവിൽ ഈ അഹീതോവേലിന് എന്ത് പറ്റി? 2 ശമൂവേൽ 17:23 നമ്മൾ നോക്കുക. ഈ അബ്ശാലോമിനോട് ഈ അഹീതോവേല് ദാവീദിനെ പിന്തുടർന്ന് കൊല്ലുന്നത് സംബന്ധിച്ച് ഒരു ആലോചന പറഞ്ഞു. എന്നാൽ അബ്ശാലോം ഒടുവിൽ ആരുടെ ആലോചനയാണ് എടുത്തത്? ഹൂശായി എന്ന് പറഞ്ഞ് മറ്റൊരാളുടെ ആലോചനയാണ് എടുത്തത്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 2 ശമൂവേൽ 17:23. എന്നാൽ അഹീതോവേൽ തന്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്ത് കയറി തന്റെ പട്ടണത്തിൽ വീട്ടിലേക്ക് ചെന്ന് വീട്ടുകാര്യം ക്രമപ്പെടുത്തിയ ശേഷം കെട്ടിഞ്ഞാന്നു മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തു പോകുന്ന ഒരാളുണ്ട്. ആരാ? ഇസ്കരിയോത്ത യൂദായുടെ ഒരു നിഴല് പോലെ പഴയ നിയമത്തിൽ കാണുന്ന ഒരാളാണ് അഹീതോവേൽ. അഹീതോവേല് കെട്ടിഞ്ഞാന്ന് മരിച്ചത് എന്തുകൊണ്ടാ? സത്യത്തിൽ നമ്മൾ ഇപ്പൊ ചിന്തിച്ച ഈ ഭാഗങ്ങൾ നിങ്ങൾ സമാധാനമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അഹീതോവേല് ദാവീദിന്റെ മന്ത്രിയായിരുന്നെങ്കിലും സ്വന്തം കൊച്ചുമകളെ ദാവീദ് വഷളാക്കിയപ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു കയ്പ് വീണു. ആ കയ്പിൽ നിന്ന് ഒരിക്കലും അവൻ മോചനം നേടിയില്ല. അതുകൊണ്ട് അബ്ശാലോമിന്റെ കൂടെ കൂടി അബ്ശാലോമിനെ കൊണ്ട് തന്നെ പ്രതികാരം ചെയ്യിച്ചു. അങ്ങനെ അബ്ശാലോമിനെയും കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് കരുതിയപ്പോൾ അബ്ശാലോം ഒരു ഘട്ടത്തിൽ അഹീതോവേലിന്റെ ആലോചന എടുക്കാതെ വന്നപ്പോൾ
അവന്റെ അഹംഭാവത്തിന് മുറിവേറ്റു. അവൻ എന്ത് ചെയ്തു? വീട്ടിൽ ചെന്ന് കെട്ടിഞ്ഞാന്ന് മരിച്ചു. കണ്ടോ, രണ്ടു പേരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ക്ഷമിക്കുമ്പം അവിടെ ജീവൻ കൊണ്ടുവരും, ക്ഷമിക്കാത്തപ്പം മരണം കൊണ്ടുവരും. ക്ഷമിച്ചപ്പോൾ ജീവൻ കൊണ്ടുവന്ന ആളാണ് ജോസഫ്. സഹോദരന്മാരെ കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു, കരഞ്ഞു, സല്ലപിച്ചു, അവരെ ധൈര്യപ്പെടുത്തി. കുറ്റപ്പെടുത്തുന്ന ഒരു വാക്കുപോലുമില്ല. ക്ഷമ മാത്രം. ആ ക്ഷമ ആ ബന്ധത്തിൽ ജീവൻ കൊണ്ടുവന്നു. അതേസമയം അഹീതോഫേൽ അവന്റെ ക്ഷമിക്കാത്ത മനോഭാവം മരണം കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് പറയാം, ജോസഫിന്റെ മുഖം അപ്പോഴും ദൈവദൂതന്റെ മുഖം പോലെ തന്നെ ഇരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് രണ്ടാമത്തെ കാര്യം. നമ്മൾ യഥാർത്ഥത്തിൽ ഒരാളോട് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആ ബന്ധത്തിൽ മരണം കൊണ്ടുവരികയില്ല. ആ ബന്ധത്തിൽ എന്തേ കൊണ്ടുവരികയുള്ളൂ? ആ ബന്ധത്തിൽ ജീവൻ മാത്രമേ കൊണ്ടുവരികയുള്ളൂ. നമ്മള് ജോസഫിന്റെ ജീവിതത്തിൽ നിന്ന് മൂന്നാമതൊരു കാര്യം നമുക്ക് വളരെ വേഗത്തിൽ നോക്കാം. ഉൽപ്പത്തി പുസ്തകം 45 അഞ്ചാമത്തെ വാക്യം. അവിടെ നമ്മൾ കാണുന്നത്, ക്ഷമിച്ച ഒരു മനുഷ്യൻ അവൻ ഒരു ദൈവീക ചിന്ത പുലർത്തും. അവൻ ദൈവത്തെ തന്റെ ജീവിത പന്ഥാവിൽ കണ്ടെത്തും. ഉൽപ്പത്തി പുസ്തകം 45:5 നേരത്തെ നമ്മളൊന്ന് നോക്കിയതാണ്. ആ വാക്യത്തിൽ കണ്ടോ, ജോസഫ് എന്താ പറയുന്നത്? ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകും. എങ്ങോട്ട് അയച്ചതാ? മിസ്രൈമിലേക്ക് അയച്ചതാ. പൊട്ടക്കിണറ്റിൽ ഇട്ടിട്ട് അടിമ കച്ചവടക്കാർക്ക് വിട്ടതിനെ കുറിച്ച്, ആ വിറ്റതും വെള്ളിക്കാശ് വാങ്ങിയതിനെ കുറിച്ച് ഒന്നും ഒരു പരാമർശമില്ല. ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചത്. അതിന്റെ 7-ാമത്തെ വാക്യം നോക്കുക. ഉൽപ്പത്തി പുസ്തകം 45:7. ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ആവർത്തിച്ച് പറയണമെങ്കിൽ അത് പെട്ടെന്ന് ഉണ്ടാക്കി പറഞ്ഞതല്ല. ഹൃദയത്തിൽ തന്നെ ജോസഫ് അങ്ങനെയാ കരുതിയത്. ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു, ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു എന്ന് അത് ആവർത്തിക്കുന്നു. 45:5, 45:7, 45:8 കണ്ടോ? ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങളല്ല, ദൈവം അത്രേ എന്നെ ഇവിടെ അയച്ചത്. മൂന്നാമത് വീണ്ടും ആവർത്തിച്ച് അത് കൺക്ലൂഡ് ചെയ്ത് പറയുക. അടുത്തടുത്ത വാക്യങ്ങൾ, 5, 7, 8 വാക്യങ്ങൾ. അപ്പൊ ഇവിടെ എങ്ങും ദാവീദ് മറ്റേ തന്നോട് തെറ്റ് ചെയ്ത ആളുകളെ കാണുന്നില്ല. മറിച്ച് എന്താ താനെ പറയുന്നത്? ദൈവത്തിന്റെ ഇടപെടലിനെ കുറിച്ചാണ് താൻ അവിടെ പറയുന്നത്. ദൈവത്തിന്റെ ഇടപെടൽ. പ്രിയപ്പെട്ടവരെ, നമ്മളും നമുക്കെതിരെ തെറ്റ് ചെയ്ത ആളുകളോട് നമ്മൾ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഒരിക്കലും അവരെ കാണുമ്പം പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയില്ല. മറിച്ച് ദൈവീക ചിന്തയുള്ളവരായിട്ട്, ദൈവത്തെ കാണുന്നവരായിട്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന് പറഞ്ഞതുപോലെ നമ്മളും അവിടെ ദൈവത്തെ കാണുന്നവരായിട്ട്, ദൈവമാണ് ഇത് ചെയ്തത്, ദൈവം അനുവദിച്ചു. എന്നിട്ട് നമ്മൾ നോക്കുക, അതിന്റെ ഒടുവില് ഈ സഹോദരന്മാര് തെറ്റ് ചെയ്തവർ എന്തുണ്ട്? ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞ പോലെ തെറ്റ് ചെയ്ത സഹോദരന്മാർക്ക് ഈ ജോസഫ് ക്ഷമ കൊടുത്തിട്ടും ഒന്നും ഉള്ളിൽ ഒരു തൃപ്തിയില്ല. അതുകൊണ്ട് യാക്കോബ് മരിച്ചു കഴിഞ്ഞപ്പം അവര് പിന്നെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായം 50-ാം അധ്യായത്തിന്റെ നോക്കുക. യാക്കോബ് മരിച്ചു. ഈ സഹോദരന്മാര് വിചാരിച്ചു അപ്പൻ ഉണ്ടായിരുന്നോണ്ടായിരുന്നു ജോസഫ് നമ്മളോട് മാന്യമായിട്ട് പെരുമാറിയത്. ഇപ്പൊ അപ്പം മരിച്ചുപോയി. അപ്പം മരിച്ചത് കൊണ്ട് ഇനി നമ്മളോട് പ്രതികാരം വീട്ടുമായിരിക്കും എന്ന് അവര് പേടിച്ച് ചെന്ന് യജമാനനെ എന്നൊക്കെ വിളിച്ച് ജോസഫിന്റെ അടുത്ത് ചെന്ന് വീണ്ടും ക്ഷമ പറയും. അതിന്റെ മറുപടി കണ്ടോ? ഉൽപ്പത്തി 50-ന്റെ 19, 20 വാക്യങ്ങൾ. നിങ്ങൾ ഭയപ്പെടേണ്ട, ജോസഫ് പറയുക. അവിടെ ഈ കാര്യം ആവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ഭയപ്പെടണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നു. നിങ്ങൾ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷയ്ക്കായിട്ട് അതിനെ ഗുണമാക്കി തീർത്തു. കണ്ടോ, അവിടെയും ദൈവം ഇതിനെ ഗുണമാക്കി തീർത്തു. ദൈവത്തിന്റെ പ്രവൃത്തിയായിട്ട് അതിനെ കാണുക ചെയ്യുന്നു. അവിടെ ഒരു ദൈവീക ചിന്ത, അത് താനെ ജീവിതത്തിൽ ഉടനീളം ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ ക്ഷമിക്കാനൊക്കാത്ത, അല്ലെ നമുക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം സംഭവിക്കുന്നു എന്നിരിക്കട്ടെ. ബന്ധങ്ങളിൽ നമുക്ക് മനസ്സിലാകാത്ത പോലെ ഒരാൾ പെരുമാറുന്നു. നമ്മൾ ഉടനെ നമ്മുടേതായ നിഗമനത്തിൽ എത്തണ്ട. ദൈവം, അവിടെ ദൈവത്തെ കാണുക. ജോസഫ് ചെയ്തതുപോലെ നമ്മളും യഥാർത്ഥത്തിൽ മറ്റുള്ളവരോട് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഒരിക്കലും അവർ ചെയ്ത തെറ്റിന്റെ ഓർമ്മ നമ്മൾ കൊണ്ടുവരികയില്ല.
മറിച്ച് നമ്മൾ എന്ത് ചെയ്യും? അവിടെ ദൈവത്തെ കാണും. അടുത്ത ഒരു കാര്യം നമുക്ക് നോക്കാം. ഇവരുടെ ജോസഫിന്റെ ജീവിതത്തിലുള്ള മറ്റൊരു രംഗം, അത് 4ാമത്തെ ഒരു മനോഭാവമായിട്ട് നമ്മൾ ഇതേവരെ പറഞ്ഞത്, നമ്മൾ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. നമ്മൾ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ബന്ധത്തിൽ ജീവൻ കൊണ്ടുവരും. നമ്മൾ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ബന്ധത്തിൽ പിന്നീട് ദൈവത്തെ മാത്രമേ കാണുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ, നമ്മൾ യഥാർത്ഥത്തിൽ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിച്ച ആളുകൾക്ക് നന്മ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുത്തുകയില്ല. ഉൽപ്പത്തി പുസ്തകം 45-ന്റെ 10-11 വാക്യങ്ങൾ നോക്കുക. അവിടെ ജോസഫ് എന്താ ചെയ്യുന്നത്? ഇവർക്ക് ധാന്യമൊക്കെ കൊടുത്ത് ഇവരെ അങ്ങ് വീട്ടിൽ പറഞ്ഞു വിടുക മാത്രമല്ല, അവരെ മുഴുവനും അപ്പൻ ഉൾപ്പെടെ എല്ലാവരെയും കൊണ്ടുവന്ന് അവിടുത്തെ ഏറ്റവും കണ്ണായ സ്ഥലത്ത് താമസിപ്പിച്ച്, ആടുമാടുകൾക്ക് തീറ്റയുള്ള സ്ഥലത്ത് അങ്ങനെ നിർത്തുന്നു. കാരണം എന്താ? ക്ഷാമം ഇനി 5 വർഷം കൂടെ ഉണ്ട്. 2 വർഷമേ കടന്നു പോയിട്ടുള്ളൂ. മൊത്തം 7 വർഷം, അതിൽ 2 വർഷമേ കടന്നു പോയിട്ടുള്ളൂ. 5 വർഷം കൂടെ ഇവര് നല്ലപോലെ സുഭിക്ഷമായിട്ട് ഭക്ഷിച്ച്, ഞാൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഈ രാജ്യത്തിൽ ആയിരിക്കട്ടെ എന്ന് താന് കണക്കുകൂട്ടി 45-ന്റെ 10-11 വാക്യങ്ങൾ നോക്കുക. അവിടെ പറയുന്നു, നീ യാക്കോബിനോട് പറഞ്ഞയക്കുക, ഗോശൻ ദേശത്ത് പാർത്ത് എനിക്ക് സമീപമായിരിക്കും. നീയും മക്കളും എന്ന് വെച്ചാൽ യാക്കോബും മക്കളും മക്കളുടെ മക്കളും ആടുമാടുകളും കന്നുകാലികളും എല്ലാം അവിടെ സുഖമായിട്ടായിരിക്കും. ഗോശൻ ദേശത്ത് ഞാൻ നിങ്ങൾക്കായിട്ട് ആ നിലയിൽ ഒരു നന്മ ക്രമീകരിക്കും. ക്ഷാമം ഇനി 5 സംവത്സരം കൂടെ നിൽക്കും. എന്നാൽ നിങ്ങൾക്കും കുടുംബത്തിനും നിങ്ങൾക്കുള്ള സകലത്തിനും ദാരിദ്ര്യം നേരിടാതെ വണ്ണം ഞാൻ ഇവിടെ ഗോശൻ ദേശത്ത് നിങ്ങളെ പോഷിപ്പിക്കും. കണ്ടോ ജോസഫിന്റെ ഒരു മനോഭാവം? കണ്ടോ? എങ്ങനെയും ക്ഷമിച്ചു വിട്ടുകളയുക മാത്രമല്ല, താന് അവരുടെ ആത്യന്തിക നന്മയ്ക്കായിട്ട് താന് കാര്യങ്ങളെ ക്രമീകരിക്കുക ചെയ്തത്. ജോസഫിന്റെ ആ മനോഭാവം, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നിലയിൽ മറ്റുള്ളവരോട് ക്രിസ്തു ക്ഷമിച്ച അതിന്റെ ഒരു നിഴല് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ദൈവം നമ്മളോട് കേവലം ക്ഷമിക്കുക മാത്രമല്ല, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല, സ്വർഗത്തിന് അവകാശികളുമാക്കി. കണ്ടോ? നരകത്തിന് മാത്രം യോഗ്യതയുള്ളവരെ നമ്മളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക മാത്രമല്ല, നിത്യ സൗഭാഗ്യത്തിന് അവകാശികളുമാക്കി. ജോസഫ് ഇവരോട് ക്ഷമിച്ച് ഇവർക്ക് ഗോശൻ അവരെ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് വല്ലപ്പോഴും ധാന്യം കൊടുത്തയക്കുക മാത്രമല്ല ചെയ്തത്, ക്ഷമിച്ചു ഇവരെ മുഴുവൻ, കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും എല്ലാം കൊണ്ടുവന്ന് ഏറ്റവും നല്ല സ്ഥലത്താക്കി അവർക്ക് തുടർന്നുള്ള 5 സംവത്സരവും തുടർച്ചയായിട്ട് അവരെ പോഷിപ്പിക്കുകയും നന്മ കൊണ്ട് അവർക്ക് തൃപ്തി വരുത്തുകയും ചെയ്യുന്ന ആ ഒരു മനോഭാവം ഇവിടെ കണ്ടോ? നമ്മൾ ഒരു വാക്യം നമുക്ക് നോക്കാം. എഫേസ്യർ 4:32, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സിലെയും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. നമ്മുടെ ജീവിതത്തിലും നമ്മൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവരോട് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ കേവലം ഒരു ക്ഷമ നൽകി നിൽക്കുക മാത്രമല്ല, അവരെ സഹായിക്കാനായിട്ട് എന്തെങ്കിലും നമുക്കൊരവസരമുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്തുകയില്ല. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് 4 കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ യഥാർത്ഥത്തിൽ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ബന്ധത്തിൽ നമുക്ക് പിന്നീട് സ്വാതന്ത്ര്യം ഉണ്ടാകും. നമ്മൾ യഥാർത്ഥത്തിൽ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ബന്ധത്തിൽ പിന്നീട് മരണമല്ല ജീവനാണ് കൊണ്ടുവരുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ ബന്ധത്തിൽ ഒരിക്കലും പഴയ കാര്യം ഒരിക്കലും പഴയ ഒരു സംഭവത്തെ ആ നിലയിൽ കുത്തി മുറിവേൽപ്പിക്കാൻ ഇടയാകാതെ അവിടെയൊക്കെ ദൈവത്തിന്റെ കരങ്ങളെ കാണും. എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ പറഞ്ഞു, നന്മ ചെയ്യുകയും ചെയ്യും. ഒടുവിലായിട്ട് നമ്മൾ ജോസഫിന്റെ മറ്റൊരു മനോഭാവം നമ്മൾ കാണുക. ജോസഫ് ഉൽപ്പത്തി പുസ്തകം 45-ന്റെ 1-ാമത്തെ വാക്യം. ജോസഫ് തന്നെ സഹോദരന്മാരുടെ അടുത്ത് വെളിപ്പെടുത്തുമ്പോൾ ജോസഫ് അവിടെ എന്തോ ചെയ്യുന്നു? അവിടെ 45-ന്റെ 1, എല്ലാവരെയും എന്റെ അടുക്കൽ നിന്ന് പുറത്താക്കുവീൻ എന്ന് ജോസഫ് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ ജോസഫ് തന്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കൽ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ജോസഫ് സഹോദരന്മാർക്ക് വെളിപ്പെടുത്തുക, അയ്യോ നിങ്ങള് വിറ്റുകളഞ്ഞ ജോസഫാ, നിങ്ങള് മിസ്രൈമിലേക്ക് തള്ളിക്കളഞ്ഞ ആളാണ് എന്നൊക്കെ ഈ സഹോദരന്മാരോട്
പറയുന്നു, നിങ്ങൾ പക്ഷെ പേടിക്കണ്ട, ഞാൻ നിങ്ങളെ പോഷിപ്പിച്ചോളാം, നിങ്ങൾ വിഷമിക്കരുത്, ദൈവമാ വിട്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പം ജോസഫിന്റെ വീട്ടുകാരോ അല്ലെങ്കിൽ മിസ്രൈമിലെ ഫറവോന്റെ ഗ്രഹമോ ഒന്നും ഈ കാര്യം കേൾക്കരുത്. അങ്ങനെ കേട്ടാൽ അവർക്ക് എന്തുണ്ടാകും? ജോസഫിന്റെ ഈ സഹോദരന്മാരെ കുറിച്ച് തെറ്റായ ഒരു പുച്ഛമുണ്ടാകും, ഒരു തെറ്റായ മനോഭാവം ഉണ്ടാകും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവരുടെ അടുത്ത് തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പം ജോസഫ് പറയുന്നു, എല്ലാരും ഇവിടുന്ന് മാറിപ്പോകട്ടെ. എല്ലാരും എന്ന് പറയുമ്പോൾ ആരാ? മിസ്രൈമ്യരായ എല്ലാരും. മിസ്രൈമ്യരായ എല്ലാരും മാറിപ്പോകട്ടെ. എൻ്റെ ദാസന്മാരും മിസ്രൈമിലെ എൻ്റെ ഭവനത്തിലുള്ളവരും ഒക്കെ മാറിപ്പോകട്ടെ. ഞാനും എൻ്റെ സഹോദരന്മാരും മാത്രം, ഞങ്ങൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് പറയുകയും ക്ഷമ കൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ചുംബനം ചെയ്യുകയും ചെയ്താൽ മതി. നിങ്ങളാരും ഇതിന് സാക്ഷികളാകണ്ട എന്ന് പറഞ്ഞാൽ എന്താ? ഇത് വേറെങ്ങും ആരുടെയും അടുത്ത് നമുക്കെതിരെ ചെയ്ത ഇവര് ചെയ്ത ഈ തെറ്റുകളെ കുറിച്ച് മറ്റെങ്ങും താന് ഒരു പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് ഒടുവിലായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ യഥാർത്ഥത്തിൽ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർ ചെയ്ത തെറ്റുകളെ കുറിച്ച് പിന്നീട് മറ്റെങ്ങും പരസ്യപ്പെടുത്തുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇത് ജോസഫ് ഇവിടെ പെട്ടെന്നുള്ള ഒരു മനോഭാവമാണോ? അല്ല. നമ്മള് ഉൽപ്പത്തി പുസ്തകം 40:15 നോക്കുക. ഉൽപ്പത്തി പുസ്തകം 40:15. അത് ജോസഫ് കാരാഗ്രഹത്തിൽ കിടന്ന് പാനപാത്രവാഹകരുടെ പ്രമാണിയോട് സംസാരിക്കുന്ന രംഗമാണ്. പാനപാത്രവാഹകരുടെ പ്രമാണിക്ക് താന് സ്വപ്നം നല്ല നിലയിൽ വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പൊ ഇനി പാനപാത്രവാഹകരുടെ പ്രമാണിയെ ഫറവോൻ എന്ത് ചെയ്യും? ഫറവോനെ തിരിച്ചു കൊട്ടാരത്തിൽ സ്വീകരിക്കും. തിരിച്ചു കൊട്ടാരത്തിൽ സ്വീകരിക്കുമ്പോൾ നീ എന്റെ കാര്യം കൂടെ ഓർത്തോണേ എന്ന് ജോസഫ് പറയുന്ന ഭാഗത്ത് ജോസഫ് താനീ ഇവിടെ വരാനും താനീ കാരാഗ്രഹത്തിൽ കിടക്കാനും ഇടയായ കാര്യങ്ങൾ ഒന്ന് പറയുന്നുണ്ട് പാനപാത്രവാഹകന്. പക്ഷെ അവിടെ പറയുമ്പോൾ പോലും അതിന്റെ വിശദാംശങ്ങൾ ഒന്നും പറയുന്നില്ല, ഒരാളെ പോലും കുറ്റപ്പെടുത്തുന്നില്ല. ഉൽപ്പത്തി 40:15 അവിടെ ജോസഫ് പറയുന്നു, എന്നെ എബ്രായരുടെ ദേശത്ത് നിന്ന് കട്ടുകൊണ്ടു പോകുന്നതാകുന്നു. സത്യത്തിൽ അങ്ങനെയാണോ? സഹോദരന്മാര് വിറ്റതല്ലേ? എന്നെ എൻ്റെ സഹോദരന്മാരെല്ലാം കൂടെ എന്തോ പറയാനാ പാനപാത്രവാഹക? ഞാൻ ജീവിതത്തിൽ എന്നും സങ്കടങ്ങളെ അനുഭവിച്ചിട്ടുള്ളൂ. ചിലര് പദമൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഞാൻ എൻ്റെ ബ്രദറെ, ഞാൻ ചെറുപ്പം മുതലേ സങ്കടങ്ങളേ ഉള്ളൂ. എൻ്റെ വീട്ടുകാരെന്നെ വെറുത്തു, എൻ്റെ അളിയന് ഞങ്ങൾ കല്യാണം കഴിച്ച് ചെന്നപ്പോൾ ആദ്യത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെയൊക്കെ ഒത്തിരി ഓർമ്മകളാണ്. എന്തിനാ ഈ ആളുകൾ ഈ ഓർമ്മകളെല്ലാം കൊണ്ട് നടക്കുന്നത്? ഇവിടെ ജോസഫ് പറയുക, ആ കാര്യമെല്ലാം പുള്ളി മറന്നുപോയി. എന്നിട്ട് എന്നെ എബ്രായരുടെ ദേശത്ത് നിന്ന് കൊണ്ടുപോകുന്ന അപ്പൊ മിസ്രൈമിൽ വരാനുള്ള കാരണം ഒറ്റ വാചകത്തിൽ പറഞ്ഞു. എന്നിട്ട് കാരാഗ്രഹത്തിൽ വരാനുള്ള കാര്യം പറയുക, എന്നെ ഈ കുണ്ടറയിൽ ഇടേണ്ടതിന് ഞാൻ ഇവിടെയും യാതൊന്നും ചെയ്തിട്ടില്ല. കുണ്ടറയിൽ ഇട്ടതാരാ? പൊത്തിഫേറാ. പൊത്തിഫേറിന്റെ വീട്ടിലെ ആ ദുര്യോഗങ്ങളൊക്കെ തനിക്ക് വേണമെങ്കിൽ വിശദീകരിക്കായിരുന്നു. പക്ഷെ പൊത്തിഫേറിന്റെ പേര് പോലും, പൊത്തിഫേറിന്റെ ഭാര്യയുടെ പേര് ഒന്നും പറയാതെ ഈ കുണ്ടറയിൽ ഇടാനും ഞാനൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിരപരാധിയാണ്, ഈ കാര്യം ഫറവോനോട് പറഞ്ഞ് എന്നെ ഇവിടെ നിന്നൊന്ന് മോചിപ്പിക്കണേ എന്ന് പറയുമ്പോഴും പോലും ജോസഫ് എന്ത് ചെയ്യുന്നില്ല? ആരെക്കുറിച്ചും അത് പരസ്യപ്പെടുത്തുന്നില്ല. അവർ ചെയ്ത തെറ്റുകളുടെ ചരിത്രങ്ങൾ വിവരിക്കുന്നില്ല. താൻ ആരോടും അത് പറയുന്നില്ല. പറയേണ്ടി വന്നപ്പോൾ തന്നെ വളരെ സ്മൂത്തായിട്ട് വളരെ ഒരു വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, 2 ശമൂവേൽ 1:20 നോക്കുക. 2 ശമൂവേൽ 1:20 ഈ കാര്യത്തോട് ചേർന്ന് പോകുന്ന ഒരു വാക്യമാണ്. ദാവീദ് തന്നെ ഉപദ്രവിക്കാൻ വന്ന ശൗലിനോട് ക്ഷമിക്കുകയും ശൗലിനെ ഒരിക്കൽ പോലും ദ്രോഹിക്കാതിരിക്കുകയും തനിക്ക് തരം കിട്ടിയിട്ടും ശൗലിനോട് പകരം വീട്ടാതിരിക്കുകയും ഒക്കെ ചെയ്ത ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ആ മനുഷ്യന് ഒടുവിൽ ശൗലും യോനാഥാനും മരിച്ചെന്ന് കേട്ടപ്പം താന് ഒരു വലിയ വിലാപകാവ്യം പാടുക. അതിൻ്റെ അകത്തെ ഒരു വരി ഇങ്ങനെയാണ്, 2 ശമൂവേൽ 1:20 വീരന്മാർ പട്ടുപോയതെങ്ങനെ, ഗത്തിൽ അത് പ്രസിദ്ധമാക്കരുതേ, അസ്കലോൻ വീഥികളിൽ അത് ഘോഷിക്കരുതേ. കണ്ടോ, ഏതാ? ശൗല് തോറ്റുപോയതും ശൗല് ആ നിലയില് ഇല്ലാതായതും ഇസ്രായേൽ തന്നെ ഉപദ്രവിക്കാൻ വന്ന ഇസ്രായേൽ പട്ടാളമെല്ലാം തോറ്റുപോയതിന്റെ ചരിത്രം. ആ തോറ്റുപോയ ചരിത്രം എന്ത് ചെയ്യരുതെന്നാ പറയുന്നത്?
ഗത്ത് പറയുന്ന സ്ഥലത്ത് അത് പ്രസിദ്ധമാക്കരുതേ. മിസ്രൈമ്യരെ അത് ആഘോഷിക്കാനിടയാകില്ലേ? ഗത്തിൽ അത് പ്രസിദ്ധമാക്കരുതേ. അസ്കലോൻ വീഥികളിൽ ഘോഷിക്കരുതേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനോഭാവവും ഈ ജോസഫിന്റെ മനോഭാവമാകണം, ദാവീദിന്റെ മനോഭാവമാകണം. പ്രിയപ്പെട്ടവരെ, ജോസഫ് എന്താ ചെയ്തത്? താന് എന്ത് ചെയ്തു? ഒടുവിൽ വീഥിയിൽ ഘോഷിക്കാതിരുന്നു. തനിക്ക് എതിരെ സഹോദരന്മാർ ചെയ്ത തെറ്റുകൾ, അല്ലെ പൊത്തിഫേറും ഭാര്യയും ചെയ്ത തെറ്റുകളൊന്നും വീഥിയിൽ ഘോഷിച്ചില്ല. ഘോഷിക്കരുത്, നിശബ്ദത പാലിച്ചു. നമ്മൾ അങ്ങനെ നിശബ്ദത പാലിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് യഥാർത്ഥത്തിൽ ക്ഷമിച്ചു എന്നുള്ളതാണ് അത് വ്യക്തമാക്കുന്നത്. ഈ ജോസഫ് എന്ന പേരുള്ളവരെല്ലാം നല്ല മനുഷ്യരായിരുന്നെന്ന് ഞാൻ ഈ ബൈബിള് നോക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യം. അതായത് യേശുവിന്റെ അപ്പന്റെ പേരെന്തുവാ? ജോസഫ് എന്ന്. ഈ ജോസഫ് എങ്ങനെയായിരുന്നു? നമ്മളൊരു വാക്യം നോക്കാം, മത്തായി 1:19. ജോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ മനസ്സില്ലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. രംഗം നമുക്കറിയാം. ജോസഫ് ഒരു പെൺകുട്ടിയുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്തു. വിവാഹ നിശ്ചയം ചെയ്തപ്പോൾ അവൾ എന്ത് വേണമായിരുന്നു? അവൾ വളരെ മാന്യമായിട്ട് ജീവിക്കണമായിരുന്നു. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ജോസഫ് കേട്ടത്, സുപ്രഭാതം എന്നാണോ ദുഷ്പ്രഭാതം എന്നാണോ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ജോസഫ് ഒരു ഇടുത്തി പോലെ ഒരു വാർത്ത കേട്ടു. എന്താ? മറിയ ഗർഭിണിയാണ്. തീർച്ചയായിട്ടും മറ്റു കാര്യങ്ങളൊന്നും അന്നേരം ജോസഫിന് അറിയില്ല. ജോസഫിന് സത്യത്തിൽ മറിയോട് വൈരാഗ്യം വരാമായിരുന്നു. കണ്ടോ, ഞാൻ ഇവൾക്ക് വിവാഹ നിശ്ചയം ചെയ്തു, ഇവൾ എന്നിട്ട് തന്നെ സൂക്ഷിച്ച് ജീവിക്കേണ്ടതിന് പകരം അവള് മോശമായിട്ട് ജീവിച്ചു. അങ്ങനെയാണല്ലോ ഈ സംഭവം ഉണ്ടായത് എന്ന് പറഞ്ഞ് ഇവിടെ ചരിത്രം നാട് മുഴുവൻ ഒന്ന് കൊട്ടിഘോഷിക്കണം. മേലിൽ ഇവൾക്ക് ഒരു വിവാഹവും നടക്കരുത്. ഇങ്ങനെയാണോ ജോസഫ് ആലോചിച്ചത്? അല്ല. ജോസഫ് എന്താ? അവൾക്ക് ലോകാപവാദം വരുത്താൻ മനസ്സില്ലായതുകൊണ്ട് അവളെ ഗൂഢമായിട്ടാണ് ആ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ആരെങ്കിലും ചോദിക്കുക, എന്താ ജോസഫെ മറിയെ ഉപേക്ഷിച്ച്? ഓ, അത് അങ്ങനെ സംഭവിച്ചു എന്നോ വല്ലതും പറഞ്ഞു ഒഴിയും. അപ്പൊ അത് കേൾക്കുന്നവർ ചിലപ്പോൾ ജോസഫിനെ കുറ്റപ്പെടുത്തിക്കോട്ടെ, എന്നാലും ആ പെൺകുട്ടിയുടെ ഭാവി നഷ്ടപ്പെടുത്തരുത് എന്നൊരു കരുതൽ. അതുകൊണ്ട് ജോസഫിനെ എന്തോ പറഞ്ഞിരിക്കുന്നു? ജോസഫിനെ നീതിമാൻ, മത്തായി 1:19 നീതിമാൻ എന്ന് വിളിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവരോട് ക്ഷമിച്ചോ എന്നുള്ളതിന്റെ 5 ലക്ഷണങ്ങളാണ് നമ്മൾ വളരെ വേഗത്തിൽ ചിന്തിച്ചത്. അല്ലെങ്കിൽ നമ്മൾ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തരുന്ന പ്രയോജനങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. നമുക്കുള്ള പ്രയോജനങ്ങൾ എന്താ? ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്വാതന്ത്ര്യം തരും. ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ ജീവൻ തരും. ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ ദൈവിക ചിന്ത തരും. ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് കൂടുതൽ നന്മയോടെ പെരുമാറാൻ നമ്മളെ സഹായിക്കും. ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വീഥികളിൽ ഘോഷിക്കാതെ ഇരിക്കും. അതിനെക്കുറിച്ച് നിശബ്ദത പാലിക്കും. ഈ 5 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മറ്റുള്ളവരോട് യഥാർത്ഥത്തിൽ ക്ഷമിച്ചോ, അതോ വാക്കുകൊണ്ട് മാത്രമേ ക്ഷമിച്ചിട്ടുള്ളോ, ഹൃദയപൂർവ്വം ക്ഷമിച്ചോ, ഹൃദയത്തിൽ നിന്ന് തന്നെ രക്തവും വെള്ളവും പുറപ്പെട്ടോ എന്നുള്ള കാര്യം നമുക്ക് ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. വേറെയും കാര്യങ്ങൾ ഉണ്ടാവും. ഞാൻ വളരെ വേഗത്തിൽ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കേട്ട വചനങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, ഈ ജൂലൈ മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച വീണ്ടും കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ മുമ്പാകെ കാഴ്ചവെച്ച അവിടുത്തെ ആ നടപ്പിന്റെ വിശദാംശങ്ങൾ ചിന്തിപ്പാൻ ഞങ്ങൾക്കിടയാക്കിയതിനായിട്ട് സ്തോത്രം. അവിടുന്ന് അങ്ങയെ ഉപദ്രവിച്ചവരോട് ക്ഷമിച്ചു. കർത്താവേ, അങ്ങയുടെ നിഴലായിട്ടുള്ള പഴയ നിയമഭക്തൻ ജോസഫിന്റെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ ചിന്തിച്ച കാര്യങ്ങളോട് ബന്ധപ്പെടുത്തി ഞങ്ങളെ ഉപദ്രവിച്ച ആളുകളോട് യഥാർത്ഥത്തിൽ ഹൃദയപൂർവ്വം ക്ഷമിച്ചോ എന്ന് ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ മുമ്പിൽ എത്ര നാളുകൾ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളെ ഒരു ദിവസം അങ്ങയെ മുഖാമുഖമായിട്ട് കാണും. അവിടെ നിത്യതയിൽ അങ്ങയെ കാണുമ്പോൾ ഞങ്ങളെ പിന്നിട്ട ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾക്കൊരു ഖേദമില്ലാത്തവരായിട്ട് കർത്താവെ, നീതിമാന്മാരായിട്ട് കർത്താവെ നിൽപ്പാനിടയാക്കണേ. കർത്താവെ, എല്ലാവരോടും ക്ഷമിച്ചും എല്ലാവരോടും ആ നിലയിൽ സ്വാതന്ത്ര്യമുള്ളവരായിട്ടും എല്ലാവർക്കും ബന്ധങ്ങളിലെ ജീവൻ കൊണ്ടുവരുന്നവരായിട്ടും എല്ലായിടത്തും ദൈവത്തെ കാണുന്നവരായിട്ടും കർത്താവെ, ഞങ്ങളോട് തെറ്റ് ചെയ്തവരോടും നന്മ ചെയ്യാൻ മനസ്സുള്ളവരായിട്ടും തെറ്റുകള് ഞങ്ങൾക്കെതിരെ ചെയ്ത ആളുകളുടെ കാര്യങ്ങള്
വീഥികളിൽ ഘോഷിക്കാത്തവരായിട്ടും കർത്താവെ നിശബ്ദത പാലിക്കുന്നവരായിട്ടും ഞങ്ങളെ മാറ്റി തീർക്കണേ. ഞങ്ങളുടെ സ്വന്തം ശ്രമം കൊണ്ട് ഇത് കഴിയയില്ല. ഞങ്ങളെ ശക്തിപ്പെടുത്താൻ പരിശുദ്ധാത്മാവുള്ളതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ നല്ല ആഗ്രഹങ്ങളുടെ മേൽ അവിടുന്ന് വീഞ്ഞും എണ്ണയും പകർന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി പകർന്ന് ഞങ്ങളെ ശക്തരാക്കി മുന്നോട്ട് നടത്തുമല്ലോ. യഥാർത്ഥ ക്ഷമ ഈ ദിവസങ്ങളില് കർത്താവ്, ഈ കോവിഡിന്റെ കാലത്ത് ഞങ്ങൾ വീടുകളിൽ ഇരിക്കുന്ന ഈ സമയത്ത് ഇതേവരെ പിന്നിട്ട ജീവിതത്തെ കർത്താവ് ശോധന ചെയ്ത് എവിടെയെങ്കിലും കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ടെങ്കിൽ ക്രമീകരിച്ച് അങ്ങനെ ഈ കോവിഡ് കാലം ഞങ്ങൾക്ക് പിന്നത്തേതിൽ അത് പ്രയോജനമായി തീർന്നു എന്ന് സാക്ഷി പറയാൻ ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങളെ അവിടുത്തെ സന്നിധിയിൽ താഴ്ത്തുന്നു. പരിശുദ്ധാത്മാവെ ഞങ്ങളോട് തുടർന്ന് ഇടപെട്ടുകൊണ്ടിരിക്കണേ. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ഒന്നിച്ചു തന്ന സമയത്തിനായിട്ട് നന്ദി. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.